So this is going to be a question answer time first of all. ആരംഭമായിട്ട് ചില ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അതിന്റെ ഉത്തരങ്ങൾ പറയുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. So I want to, in everything we must seek to get some light on ourselves. ഇതിലെല്ലാത്തിൽ കൂടെയും നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു വെളിച്ചം ലഭിക്കുവാൻ ഇടയായി തീരണം. If I use every circumstance to get light on myself, I can grow spiritually. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും എനിക്ക് വെളിച്ചം ലഭിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആത്മീയമായിട്ട് മുന്നേറുവാൻ കഴിയുകയുള്ളൂ. So I want you to get some light on yourself through the type of question you asked. നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആത്മീയ നിലവാരത്തിൽ ഒരു വെളിച്ചം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So those, I don't know who wrote these questions, so you can judge yourself. ഈ ചോദ്യം ചോദിച്ചത് ആരാണ് എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കാം. There were 2 trees in the Garden of Eden. ഏദൻ തോട്ടത്തിൽ 2 വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു, which are mentioned in Genesis 2. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് നാം വായിക്കുന്നു. Tree of life and tree of knowledge of good and evil. ഒന്ന് ജീവന്റെ വൃക്ഷവും മറ്റേത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും. So the Bible can be a tree of knowledge of good and evil or a tree of life for you. ഈ ദൈവവചനമാകുന്ന ഈ വിശുദ്ധ വേദപുസ്തകവും നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ജീവന്റെ വൃക്ഷമായി തീരാം, അല്ലെങ്കിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള ഒരു അറിവിന്റെ വൃക്ഷമായി തീരാം. If you go to this book to get knowledge of good and evil, you will die. നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് അന്വേഷിച്ച് ഈ പുസ്തകത്തിലേക്ക് പോയാൽ നിങ്ങൾ അവിടെ മരിക്കുവാനിടയാകും. Just like God told Adam. ആദാമിനോട് ദൈവം അതുതന്നെയാണ് പറഞ്ഞത്. If you go to this book to get life, then you will live. നിങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടതിന് ഈ പുസ്തകത്തിലേക്ക് പോയാൽ നിങ്ങൾ ജീവിക്കും. So now you think of the question that you wrote. ഇപ്പോൾ നിങ്ങൾ എഴുതി തന്ന ആ ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കുക. Was it to get some knowledge, or was it that you might get more spiritual life? ഇത് ചില അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയാണോ, അതോ നിങ്ങൾക്ക് ആത്മീയമായ ഒരു ജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയാണോ? Because if this question you wrote is the most important thing you wanted to know, നിങ്ങൾ ചോദിച്ച ഈ ചോദ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയമെങ്കിൽ, then you know what you are looking for, knowledge or life. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അറിവാണോ ജീവനാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. Now don't get discouraged and say next time I won't write any question. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും നിരുത്സാഹപ്പെട്ടു പോകണ്ട, ഇങ്ങനെയാണ് ഞാൻ ഇനി മേലാൽ ഒരു ചോദ്യവും എഴുതി ചോദിക്കുകയില്ല എന്നൊന്നും ചിന്തിക്കണ്ട. Because you wrote, God is giving you some light. ദൈവം നിങ്ങൾ ഇത് എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വെളിച്ചം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. If you had not written, you would not have got that light on yourself. നിങ്ങൾ ഇത് എഴുതിയില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾക്കൊരു വെളിച്ചം ലഭിക്കുകയില്ലായിരുന്നു. Our longing when we read scripture must be to get life. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹവും ആകാംക്ഷയും നമുക്ക് ജീവൻ ലഭിക്കണം എന്നുള്ള ആ ബോധ്യത്തോടെ ആയിരിക്കണം. Let's read a verse in 2 Timothy chapter 3. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 Timothy 3:16 and 17 and 8. No, yeah, 16 and 17. Chapter 2 Timothy 3. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. Always remember this verse. Keep it at the back of your mind when you read the Bible. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ തലച്ചോറിൽ ഈ ബോധ്യം നിങ്ങളെ ഭരിക്കുവാൻ ഇടയായി തീരണം. I want to read the scripture so that I might become a man or a woman of God. ഞാൻ ഒരു ദൈവത്തിന്റെ മനുഷ്യനോ ഒരു ദൈവത്തിന്റെ സ്ത്രീയോ ആയി തീരേണ്ടതിന് വേണ്ടിയാണ് ഈ ദൈവവചനം വായിക്കുന്നത്. I may be equipped to do every good work God wants me to do. ഞാൻ സകല ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന സകല സൽപ്രവൃത്തികൾക്കും തികഞ്ഞവനാകേണ്ടതിനാണ് ഞാൻ ഇത് വായിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങളെ ഭരിക്കണം.
ഞാൻ തികഞ്ഞവനാകുവാൻ ആഗ്രഹിക്കുന്നു. And I must look here to get teaching, reproof, correction, training in righteousness. അതെ, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനപ്പെടുവാനായിരിക്കണം ഞാൻ ഈ വചനം വായിക്കുന്നത്. Other things are not important. മറ്റു കാര്യങ്ങളൊന്നും അത്ര പ്രസക്തമല്ല. For example, who was Cain's wife? ഉദാഹരണത്തിന് കായന്റെ ഭാര്യ ആരായിരുന്നു? Some people ask me that question. ചില ആൾക്കാർ എന്നോട് അങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ട്. I say, will you become more spiritual if you find out who Cain's wife is? കായന്റെ ഭാര്യ ആരായിരുന്നു എന്ന് അറിഞ്ഞാൽ നിങ്ങൾ ആത്മീയരാകുമോ? No. ഇല്ല. Then why waste your time trying to find that out? പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ? Why find out things which are not written in the Bible? വേദപുസ്തകത്തിലെ നമുക്ക് എഴുതി തന്നിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ കൂടുതൽ ജിജ്ഞാസയുള്ളവരാകുന്നത്? Then people say there are some scientific facts, we want to see if the Bible is agreeing with that. ചിലർ പറയും ശാസ്ത്രീയമായിട്ട് ചില വസ്തുവകകളുണ്ട്, അതുമായിട്ട് ദൈവവചനം പൊരുത്തപ്പെടുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. See, the Bible is written in the language of the common man, fishermen and ordinary simple people. വേദപുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് സാധാരണ മനുഷ്യർ, അതായത് മീൻപിടുത്തക്കാർ, കൃഷിക്കാർ, ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യരുടെ ഭാഷയിലാണ്. Children. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകത്തക്ക ഭാഷയിലാണ്. So it is not written with great scientific accuracy which will confuse them. വലിയ ശാസ്ത്രീയമായ വ്യക്തതയോടെ കൃത്യതയോടെ ഒന്നുമല്ല വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. These are some simple principles you must remember. ഇങ്ങനെയുള്ള ചില സിമ്പിളായിട്ടുള്ള ആദർശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. Because otherwise we go with a critical mind, we are going to be the losers. അല്ലെങ്കിൽ ഒരു വിമർശന ബുദ്ധിയോടെയാണ് നാം ദൈവവചനം വായിക്കുന്നതെങ്കിൽ നമ്മൾക്ക് തന്നെയാണ് നഷ്ടം ഭവിക്കാൻ പോകുന്നത്. I have read and studied this for 55 years and it has always blessed me. Even today if I read, I'm blessed. കഴിഞ്ഞ 55 വർഷമായിട്ട് ഞാൻ ഈ വേദപുസ്തകം വായിക്കുന്നു, പഠിക്കുന്നു. ഇതെന്നെ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈവൻ ഇന്ന് പോലും ഞാൻ ഓരോ പ്രാവശ്യം ഇത് വായിക്കുമ്പോഴും എനിക്കിത് അനുഗ്രഹമായി തീരും. I'm discovering things which I never knew before. മുമ്പ് ഒന്നും കണ്ടിട്ടില്ലാത്ത പല പുതിയ കാര്യങ്ങളും ഞാൻ ഇന്നും ദൈവവചനത്തിലൂടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. Have you seen a well where even after 50 years the water never dries up in that well? ഒരു കിണറിനകത്ത് 50 വർഷം കഴിഞ്ഞാലും അതിലെ വെള്ളം വറ്റിപ്പോകാത്തത് എങ്ങനെയാണെന്ന് അറിയാമോ? So that is how it is. അങ്ങനെയാണ് ദൈവവചനം. So keep that in mind when you read and study God's word. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം. Jesus said, man lives by every word that proceeds from God's mouth. യേശു പറഞ്ഞു, മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങൾ കൊണ്ടുമാണ് ജീവിക്കുന്നത്. So it's not enough to just read here and there. അവിടെയും ഇവിടെയും വായിക്കുന്നത് കൊണ്ട് ആയില്ല. I mustn't always go to Psalm 23 or Psalm 91 and read that all the time. എല്ലാ സമയത്തും സങ്കീർത്തനം 23 സങ്കീർത്തനം 91 മാത്രം വായിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. I must read carefully, meditate on God's word. ദൈവത്തിന്റെ വചനം നാം വളരെ ശ്രദ്ധയോടെ വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യണം. Come in humility. വളരെ എളിമയോടെ ദൈവസന്നിധിയിലേക്ക് വരണം. Ask the Holy Spirit to open my eyes. എന്റെ കണ്ണ് തുറന്നു തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. Then you will see so many wonderful things in God's word. അപ്പോൾ ദൈവവചനത്തിലുള്ള അനേക മനോഹരങ്ങളായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. The psalmist prayed like this. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, Open my eyes that I might behold wondrous things out of thy law. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമേ. That is a very good prayer to pray. അത് ഒരു നല്ല പ്രാർത്ഥനയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ. Psalm 119 verse 18. 119 സങ്കീർത്തനത്തിന്റെ 18ാമത്തെ വാക്യം. Beautiful verse. അത് വളരെ മനോഹരമായ വാക്യമാണ്. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. Wonderful things in the word. Please open my eyes to see it. ദൈവവചനത്തിലുള്ള മനോഹരങ്ങളായ കാര്യങ്ങൾ അത് കാണുവാൻ God has opened my eyes to see so many wonderful things here which other people having the same Bible don't see. ഇതേ ബൈബിള് കൈവശമുള്ള മറ്റനേകർക്ക് മനസ്സിലാകാത്ത അത്ഭുതങ്ങളായ പല കാര്യങ്ങൾ കാണുവാൻ എന്റെ ബൈബിളിലൂടെ എനിക്ക് കഴിഞ്ഞു. How is that? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? Because I pray, Lord, I am foolish, please open my eyes to teach me. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ മഠേനാണ്, എന്നെ ഇത് മനസ്സിലാക്കി തരണമേ. I am clever in earthly things, but
foolish in spiritual things. കർത്താവേ, ഭൗമികമായ ലോകത്തിലെ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ പലപ്പോഴും നല്ല സമർത്ഥനൊക്കെയാണ്, പക്ഷേ ആത്മീയ വിഷയത്തിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്നും ഭോഷനാണ്. So, please come like that when you study the word. ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു മനോഭാവത്തോടെ വേണം നമുക്ക് വരുവാൻ. Okay, here's a question. Can you explain how we'll be transformed at the second coming of Jesus? Will we be in our own image? Will we be able to recognize each other? ഇവിടെ ഒരു ചോദ്യം, കർത്താവിന്റെ രണ്ടാം വരവിൽ രൂപാന്തരം പ്രാപിക്കുമെന്നത് വിശദീകരിക്കാമോ? നമ്മൾ നമ്മുടെ സ്വരൂപത്തിൽ തന്നെ ആയിരിക്കുമോ? അന്ന് നമ്മളെ അന്യോന്യം തിരിച്ചറിയുവാനിടയാകുമോ? In the Mount of Transfiguration, മറുരൂപ മലയിൽ Moses did not have to tell Peter, "Hey, I am Moses. Hello." മോശയ്ക്ക് പത്രോസിനോട് പറയേണ്ടി വന്നില്ല, ഞാൻ മോശയാണ് എന്ന്. Immediately Peter, this is Moses, this is Elijah. He had never seen him in his life. പത്രോസ് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഏലിയാവിനെയും മോശയെയും ഒന്നും കണ്ടിട്ടില്ല. No photographs, no paintings, nothing. അന്നേരം ഒരു പിക്ചറോ ഒരു ഫോട്ടോയോ ഒന്നും ഇവരുടെ ആരെയും നേരത്തെ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. All those three disciples recognized immediately. അവര് ആ മൂന്ന്, യാക്കോബ്, യോഹന്നാൻ, അവർക്കെല്ലാം, പത്രോസ്, അവർക്കെല്ലാം അവരെ മനസ്സിലായി. And that's one of the wonderful things of heaven, that we don't need any introductions. സ്വർഗത്തിലെ മനോഹരമായ അവസ്ഥ അതാണ്, നമുക്ക് അന്യോന്യം പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം വരത്തില്ല. As soon as I meet a person who lived in 2nd century, I will know him. ഒരു പക്ഷേ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിശുദ്ധനെ പോലും സ്വർഗത്തിൽ കാണുമ്പോൾ ഒരു പരിചയപ്പെടുത്തലും ഇല്ലാതെ എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാകും. I'll recognize Paul, Peter, everybody. പൗലോസിനെയും പത്രോസിനെയും എല്ലാവരെയും നമുക്കന്ന് മനസ്സിലാകും. But there's a song in English which we sing. ഇംഗ്ലീഷിൽ നാം പാടുന്ന ഒരു പാട്ടുണ്ട്. When I get to heaven, I want to see my Savior first of all. ഞാൻ സ്വർഗത്തിൽ എത്തുമ്പോൾ എനിക്ക് ആദ്യം കാണേണ്ടത് എൻ്റെ രക്ഷകനും പ്രാണപ്രിയനുമായ യേശുവിനെ. And how will I recognize him? Because he's like other men. അവനും മറ്റുള്ളവരെ പോലെ ആകുന്നുകൊണ്ട് എങ്ങനെയാണ് ഞാൻ യേശുവിനെ തിരിച്ചറിയുന്നത്? I will recognize him by the nail prints in his hands. അവന്റെ കയ്യിൽ കാണുന്ന ആണിപ്പഴുതുകൾ മുഖാന്തരമാണ് ഞാൻ അവനെ കാണുന്നത്. All our injuries will be healed when we go to heaven. നാം സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ മുറിവുകളെല്ലാം പുറത്തവരായിട്ടാണ് നാം പോകുന്നത്. No broken bones or scars or ഒരു ഒടിഞ്ഞ എല്ലുകളോ ഒരു മുറിവോ ഒരു പാടുകളോ ഒന്നും നമ്മുടെ ദേഹത്ത് കാണില്ല. Only Jesus is going to have his nail prints in the pierced side. അതെ, യേശുവിന് മാത്രം അവന്റെ കൈകളിൽ ആണിപ്പഴുതുകൾ, അവന്റെ വിലാപ്പുറത്തെ കുത്തിത്തുളച്ച തുളയൊക്കെ നമുക്ക് കാണാം. That is what John saw when it says the lamb that was slain. അതാണ് യോഹന്നാൻ പത്മോസിൽ കണ്ടത്, അറുക്കപ്പെട്ട കുഞ്ഞാട്. It will be a wonderful sight to see him. അവരെ കാണുന്നത് അത്ര മനോഹരമായ ഒരു ദൃശ്യമായി. That excites my mind so much that I can't think of anything else when I go to heaven. അതെ, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ കാണാൻ പോകുന്ന എൻ്റെ കർത്താവിൻ്റെ ആ ദൃശ്യം കാണുമ്പോൾ മറ്റൊന്നും എന്നെ ആശ്ചര്യപ്പെടുത്തുകയില്ല അതിലപ്പുറമായി. And we will be like him. നാം എല്ലാവരും അവനെ പോലെ ആയിരിക്കും. And I also believe that the degree of our glory, even though we'll be like him, will not be the same. നമ്മളെല്ലാം അവനെ പോലെ ആകുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും തേജസ്സിന്റെ അളവ് ഒരുപോലെ ആയിരിക്കും. See, you can have 5-watt bulb, 1000-watt bulb. നമുക്കിവിടെ 5 വാട്ടുള്ള ബൾബുണ്ട്, 1000 വാട്ടുള്ള ബൾബുണ്ട്. There are different, all is light but different brightness. എല്ലാം ലൈറ്റ് തന്നെയാണ്, എന്നാൽ എല്ലാത്തിനും വ്യത്യസ്തമായ പ്രകാശമാണ്. So all believers will have the light of God. എല്ലാ വിശ്വാസികൾക്കും ദൈവത്തിന്റെ വെളിച്ചമുണ്ടാകും. But they will not be the same degree of glory. എന്നാൽ എല്ലാവർക്കും ഒരേ നിലവാരമായിരിക്കില്ല. See, it says in 1 Corinthians 15. 1 കൊരിന്ത്യർ 15-ാം അധ്യായം. 1 Corinthians 15. 15-ാം അധ്യായം. Verse 41. അതിന്റെ 41-ാമത്തെ വാക്യം. There is one glory of the sun, another glory of the moon, another glory of the സൂര്യന്റെ stars. തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. Even among the stars, there are some are brighter than the other. നക്ഷത്രങ്ങൾ പോലും അവർ തമ്മിൽ തേജസ്സിന് വ്യത്യാസമുണ്ട്. What is he meaning by that verse? എന്താണ് ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്? Verse 42. So also is the resurrection from the dead. കാരണം മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ ആകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. That means we'll all be lights, but not to the same degree. നമുക്ക് എല്ലാവർക്കും വെളിച്ചം ഉണ്ടാകുമെന്ന്, എല്ലാവരുടെയും വെളിച്ചം ഒരു നിലവാരമായിരിക്കില്ല. It will be like the different types of light in the different bodies in the heavens. സ്വർഗ്ഗത്തിലുള്ള ഓരോ ശരീരങ്ങൾക്കും വ്യത്യസ്തങ്ങളായ അളവിലുള്ള വെളിച്ചമായി തേജസ്സായിരിക്കും ഉണ്ടായിരിക്കും. Why is that?
എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? Because the Lord says, കർത്താവ് പറയുന്നു, Revelation 22 and verse 12, വെളിപാട് 22:12 I am coming quickly, and my reward is with me to render to every man according to what he has done. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. So, supposing in a mathematics test there were 10 questions in a class. ഒരു കണക്ക് പരീക്ഷയിൽ മാത്തമാറ്റിക്സ് ടെസ്റ്റിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ. Pass marks are 40%. 40% അതിന് പാസ്സാകാനുള്ള മാർക്ക്. So let us say all the children passed. എല്ലാ കുഞ്ഞുങ്ങളും പാസ്സായി എന്ന് ഇരിക്കട്ടെ. But one got 40%, ഒരാൾക്ക് 40% one got കിട്ടി, 50, വേറൊരാൾക്ക് 50 കിട്ടി, 60, ഒരാൾക്ക് 60 കിട്ടി, 80, ഒരാൾക്ക് 80 കിട്ടി, 90, ഒരാൾക്ക് 90 കിട്ടി, 100. 100% കിട്ടിയവരും. That depends on how many questions they got right. അവര് എത്ര ചോദ്യത്തിന് ഉത്തരം എഴുതി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പെർസെന്റേജ് അവർക്ക് കിട്ടുന്നത്. We know that and we accept it. അത് നമുക്ക് അറിയുകയും നമ്മളത് അംഗീകരിക്കുകയും ചെയ്യും. If a teacher says, oh, I will be merciful to all of them, I'll give them all 100%. ഇപ്പോൾ ഒരു അധ്യാപകൻ പറയുകയാണ്, എല്ലാവരോടും എനിക്ക് കരുണ തോന്നുന്നു എല്ലാ പിള്ളേരോടും, അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും 100% മാർക്ക് കൊടുക്കുന്നു. One fellow got all wrong, I'll give him also 100%. ഒരുത്തൻ എല്ലാം തെറ്റ് ഉത്തരം എഴുതിയിട്ടും അവന് 100% കൊടുത്താൽ They won't keep that teacher in the school. അങ്ങനെ ഒരു അധ്യാപകനെ ആ സ്കൂളിൽ അധികം വെച്ചുകൊണ്ടിരിക്കത്തില്ല. Because it is unjust to the people who worked hard. അങ്ങനെയെങ്കിൽ ശരിക്കും അധ്വാനിച്ച് പഠിച്ചവരോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. How if you give the first prize to everybody when only one fellow got all correct? എല്ലാം നന്നായിട്ട് എഴുതിയ ഒരാളുള്ളപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള മാർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? How can that be? That's unrighteous. അത് അനീതിയാണ്. If someone worked hard and got all correct, he must be given the first prize. ഒരാള് വളരെ അധ്വാനിച്ചെങ്കിൽ എല്ലാം നന്നായിട്ട് വിട്ടെങ്കിൽ അദ്ദേഹത്തിന് 1ാം സ്ഥാനം കിട്ടണം. Every one of us will realize that is fairness. എല്ലാവർക്കും അത് മനസ്സിലാകും, അതാണ് ശരിയായിട്ടുള്ള കാര്യം. God is also fair. ദൈവവും ആ വിധത്തിൽ അങ്ങനെ ഫെയർ ആണ്. He can't give you marks where you failed in a subject. നിങ്ങൾ തോറ്റ ഒരു സബ്ജക്റ്റിന് മാർക്ക് തരുവാൻ ദൈവത്തിന് കഴിയുകയില്ല. Then he'll be unjust. അങ്ങനെയെങ്കിൽ ദൈവം അനീതിയുള്ളവനാണ്. So he says, I will give to every man according to what he has done. ഇവിടെ പറയുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട്. Now a lot of people, this is another thing many churches don't teach. അനേക സഭകളും പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ്. I can make a book full of verses that churches don't teach. മറ്റ് സഭകൾ പഠിപ്പിക്കാത്ത വാക്യങ്ങളെ വെച്ച് ഒരു വലിയ പുസ്തകം എഴുതുവാൻ തക്കവണ്ണം വാക്യങ്ങൾ എൻ്റെ പക്കലുണ്ട്. One of these days I'll write a book like that. ഞാൻ ഈ ദിവസങ്ങളിൽ ഒന്നിൽ അങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്ന് ഇങ്ങനെ ചിന്തിച്ചു. No words of mine. അതൊന്നും എൻ്റെ വാക്കുകളല്ല, only Bible verses. വേദപുസ്തകത്തിലുള്ള വാക്യങ്ങൾ. The title is Verses that churches do not teach. സഭകൾ പഠിപ്പിക്കാത്ത ദൈവവചനം എന്ന തലക്കെട്ടിൽ തന്നെ ഒരു പുസ്തകം എഴുതണം. Another book I want to write is Verses that Christians don't obey. ക്രിസ്ത്യാനികൾ അനുസരിക്കാത്ത ദൈവവചനം എന്ന് പറഞ്ഞ് മറ്റൊരു ബുക്ക് കൂടി എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Only verses, no human words. മനുഷ്യമായ ഒരു വാക്കുമില്ലാതെ ദൈവവചനം മാത്രം വെച്ചുകൊണ്ട്. See, you take this verse for example, 2 Corinthians 5. 2 Corinthians 5 verse 10. അതിന്റെ 10ാം വാക്യം. We will all appear before the judgment seat of Christ, that every one of us will be rewarded for his deeds according to what he has done, whether good or bad. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. We are going to be rewarded. നമുക്ക് എല്ലാവർക്കും ഒരു പ്രതിഫലം ലഭിക്കാനും according to what we did. നാം ചെയ്ത പ്രവൃത്തിക്ക് അനുസൃതമായി. And therefore, verse 11, അതുകൊണ്ട് knowing the fear of the Lord we persuade men. അതുകൊണ്ട് കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. So I want to say that it's not enough just to say I'm going to have a body without sickness. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് രോഗങ്ങളൊന്നുമില്ലാത്ത ഒരു സ്വർഗീയ ശരീരം ലഭിക്കുമെന്ന് പറയുന്നുണ്ടായില്ല. There'll be no more sorrow and all that. ഇനി ദുഃഖവും മുറവിളിയും ഒന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ടായില്ല. And when I look at Jesus, ഞാൻ യേശുവിനെ നോക്കുമ്പോൾ and I see how much he suffered for me. എനിക്ക് വേണ്ടി എന്തുമാത്രം കർത്താവ് കഷ്ടത സഹിച്ചു. Not just the nails. ആണിപ്പാടുകൾ മാത്രമല്ല,
for 3 hours when he said, my God, why have you forsaken me? അതെ, 3 മണിക്കൂറോളം ആ ക്രൂശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച. You know what he was experiencing there? അവിടെ എന്താണ് യേശു അനുഭവിച്ചത് നമുക്കറിയാമോ? 3 hours ആ 3 മണിക്കൂർ forsaken by his Father. ദൈവത്താൽ കൈവിടപ്പെട്ട അവസ്ഥയിൽ. Another word for that is hell. അതിന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കുള്ള നരകമായിരുന്നു യേശു. Hell is being forsaken by God. ദൈവത്താൽ കൈവിടപ്പെട്ട സ്ഥാനമാണ് നരകം. Nobody on earth experiences it. ഭൂമിയിലുള്ള ആരും അത് അനുഭവിച്ചിട്ടില്ല. Even the terrorists don't experience it. ഈ ടെററിസ്റ്റ് ആയിട്ടുള്ള ഭീകരപ്രവർത്തകർ പോലും അത് അനുഭവിച്ചിട്ടില്ല. No atheist, no sinner, nobody experiences being forsaken by God. ഒരു മഹാപാപിയോ നിരീശ്വരനോ ആരും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അവസ്ഥ. Everybody on earth gets so many blessings of God. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിലുള്ള എല്ലാ ദുഷ്ടനും നീതിമാനും എല്ലാം ഒരുപോലെ അനുഭവിക്കുന്നു. Oxygen to breathe, വളരെ നല്ല ശ്വസിക്കാനായ നല്ല പ്രാണവായു, water to drink, കുടിക്കാൻ വെള്ളം, health in the body, ശരീരത്തിന് ആരോഗ്യം, food, ആഹാരം, money, പണം, house. വീട്. All atheists and everybody gets these things. ലോകത്തിലുള്ള എല്ലാവർക്കും, നിരീശ്വരവാദികൾക്കും പാപികൾക്കും എല്ലാവർക്കും ഇത് ലഭിക്കും. They are even protected from being demon possessed. അതെ, പിശാച് ബാധിക്കുന്നതിൽ നിന്നും അവരെ സംരക്ഷിക്കപ്പെടുന്നു. You think all the unbelievers are demon possessed? എല്ലാ അവിശ്വാസികളും പിശാച് ബാധിച്ചവരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? God protects them. ദൈവം അവരെ സംരക്ഷിക്കുന്നു. But when you go to hell, എന്നാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകുമ്പോൾ so all that protection is gone. ആ സംരക്ഷണം എല്ലാം ഇല്ലാത്ത ഒരു It will അവസ്ഥ. be unimaginable torture, forsaken by God completely. അത് ദൈവത്താൽ കൈവിടപ്പെട്ട നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു പീഡനത്തിന്റെ അവസ്ഥയാണ്. And that is what Jesus took so that you and I might never have it. അതാണ് യേശു നമുക്ക് വേണ്ടി ഏറ്റെടുത്തത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും അത് ലഭിക്കാതിരിക്കേണ്ടതിന്. And today you can hear this and not even be moved by it. ഇത് കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചലനവും ഇല്ലാതെ നിങ്ങൾക്കായിരിക്കുവാൻ കഴിയും. I weep many times when I think of just this one thing. ഈ ഒരു കാര്യം മാത്രം ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഞാൻ നിലവിളിക്കാറുണ്ട്. Not his nails and all that was nothing. ഈ കർത്താവിനെ അടിച്ച ആണിയെ കുറിച്ച് ഒന്നും ഓർത്തിട്ടല്ല. But that he took hell to save me from going to hell. എന്നെ നരകത്തിൽ പോകുന്നതിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എനിക്ക് വേണ്ടി യേശു നരകം അനുഭവിച്ചു. And when I see him, I'll understand the fullness of it. അതെ, യേശുവിനെ മുഖാമുഖം കാണുമ്പോഴാണ് അതിന്റെ പൂർണ്ണത എനിക്ക് മനസ്സിലാകുന്നത്. And when I see that, അത് ഞാൻ കാണുമ്പോൾ, and I discover how, if you discover this, നിങ്ങൾ how അത് മനസ്സിലാക്കി, selfishly you lived for yourself. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ എത്ര സ്വാർത്ഥതയോടുകൂടിയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് And you ജീവിച്ചത്. see Jesus when he comes, യേശു വരുമ്പോൾ and നിങ്ങൾ അവനെ കണ്ടാൽ you understand how much he suffered in order to take you to heaven. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി യേശു എന്തുമാത്രമാണ് അനുഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. In your mind you will then remember your whole life. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. And you will see how selfishly you lived for yourself. നിങ്ങൾ എത്ര സ്വാർത്ഥതയോടെയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകും. Carelessly you committed sin. എത്ര അശ്രദ്ധയോടുകൂടിയാണ് നിങ്ങൾ പാപങ്ങൾ ചെയ്തത്. How you lived so much for yourself and the world. നിങ്ങൾക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും എന്തുമാത്രം ജീവിച്ചു. At the same time claiming to be a Christian. ഒരു ക്രിസ്ത്യാനി എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ ജീവിച്ചത് നിങ്ങൾക്കും ലോകത്തിനും വേണ്ടിയാണ്. So many things you did and said brought such dishonor on Christ before the unbelievers. നിങ്ങൾ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതും കൊണ്ട് അനേക കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ നാമത്തിന് എത്ര അപവാദങ്ങളാണ് വരുത്തിക്കൂട്ടിയത്. You will have so much sorrow. അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ എന്തുമാത്രം ദുഃഖമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. You know what you'll say? എന്താണ് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത് അറിയാമോ? Lord, I wish I could live my life again. അപ്പോൾ നിങ്ങൾ പറയും, കർത്താവേ, ഒന്നുകൂടെ ഭൂമിയിൽ പോയി ജീവിക്കുവാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ I will live completely differently. തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയായിട്ട് ഞാൻ ഭൂമിയിൽ ജീവിക്കുമെന്ന്. The Lord will say, no, you can't go back. അപ്പൊ കർത്താവ് പറയും, സോറി, ഇനിയും അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. You were given one chance. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു അവസരം മാത്രമാണ് ലഭിച്ചത്. I gave you my word to show you what I went through for you. നിനക്ക് വേണ്ടി ഞാൻ കടന്നുപോയ അനുഭവങ്ങൾ എന്താണെന്ന് എൻ്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. Think of that day. ആ ദിവസത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. I think of it many times. ഞാൻ പല ആവർത്തി ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. That is why I live the way I live. അതുകൊണ്ടാണ് ഇന്ന്
ജീവിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇന്ന് തുടരുന്നത്. That is why I never get tired of serving the Lord. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സേവിക്കുന്നതിന് ഒരിക്കലും ക്ഷീണിച്ചു പോകാൻ. I'm willing to face any inconvenience if I can give this message to some believers. ഈ സന്ദേശം ഏതെങ്കിലും വിശ്വാസികൾക്ക് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാട് സഹിക്കുവാനും ഞാൻ തയ്യാറാണ്. And I have no interest in preaching for money. പണം സമ്പാദിക്കേണ്ടതിന് വേണ്ടി പ്രസംഗിക്കുവാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. Because I have enough money to live. കാരണം എനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ള പണമുണ്ട്. God has given that. ദൈവം എനിക്ക് അത് തന്നിട്ടുണ്ട്. So what is the use of more? ഇനിയും കൂടുതൽ കിട്ടിയിട്ട് എന്താണ് കാര്യം? I want to lead people to a godly life. എനിക്ക് മനുഷ്യരെ, മറ്റുള്ള ആൾക്കാരെ ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ, അവരെ അതിനായിട്ട് ഉത്സാഹിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So that they will not feel sorry when they see Jesus. കാര്യം അവരെ അന്ന് അവസാനം യേശുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഒരു ദുഃഖം ഉണ്ടാകാതിരിക്കുക. And even for doing that, I don't want any reward from God. ഇത് ചെയ്യുന്നതിനും ദൈവത്തിൽ നിന്നും എനിക്ക് ഒരു പ്രതിഫലവും വേണ്ട. I say, Lord, you have already done enough for me by dying for me. I don't want anything more. ഞാൻ കർത്താവിനോട്, കർത്താവേ, എനിക്ക് വേണ്ടി നീ വേണ്ടതെല്ലാം ഓൾറെഡി എൻ്റെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞു. നീ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് എനിക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം നീ ചെയ്തു കഴിഞ്ഞു. Think of that, my brothers and sisters, when you... ഇതിനെക്കുറിച്ച് ചിന്തിക്കുക സഹോദരി സഹോദരന്മാരെ. Okay, another question is about 1 Timothy chapter 6. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിലെ മറ്റൊരു ചോദ്യമാണ്. And verse 1 Timothy 6 and verse 5 and 6. അതിൻ്റെ 5ഉം 6ഉം. Where it's speaking about godliness. Some people think godliness is a means of gain. But actually, godliness is a means of gain if there is contentment accompanied with it. സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകും എന്നാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത്. That is closely connected to serving God and money. ഇത് ദൈവത്തെയും പണത്തെയും സേവിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. Because you see the remaining verses, he's talking about ബാക്കിയുള്ള ഭാഗം, we brought nothing, we can't take anything out. ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. We must be satisfied with food and shelter. ഉണ്ണാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് And വിചാരിക്കുക. don't try to get rich. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്ന പരീക്ഷയിലും love of money is the root of all evil, verse 10. അതെ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലകാരണമല്ല. You run away from these things, verse 11. അതിന്റെ 11ാം വാക്യം, നീ ഇത് വിട്ടോടുക എന്നാണ് പറയുന്നത്. Keep that in mind and you'll understand verse 5 and 6. ഇത് നിങ്ങളുടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5ഉം 6ഉം വാക്യങ്ങളുടെ അർത്ഥം So എന്താണ്? verse 5 it says, men of depraved mind who don't have the truth think that godliness is a way of making money. അതെ, സത്യത്യാഗികളും മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നുള്ള ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. And there are lots of people like that today. ഇന്ന് ഇങ്ങനെ അനേകരുണ്ട്. They think I can use my gift to make money. എനിക്ക് ദൈവം തന്ന ആ താലന്തുകൾ പണം ഉണ്ടാക്കുന്നതിന് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പലരും ചിന്തിക്കുന്നത്. Preach to make money. എനിക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രസംഗിക്കാൻ കഴിയും. Pray for the sick to make money. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പണം ഉണ്ടാക്കാൻ കഴിയും. I heard one Malayali brother only in America said this. One Malayali brother in America. അമേരിക്കയിലുള്ള ഒരു മലയാളി സഹോദരൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. He said my child was sick and one pastor came, stayed 2-3 days in our house to pray for that. എൻ്റെ കുഞ്ഞ് രോഗിയായിരുന്നപ്പോൾ ഒരു പാസ്റ്റർ എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി 2-3 ദിവസം ഞങ്ങളോടുകൂടെ താമസിച്ചു. Prayed, fasted and all, and prayed. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. Prayed for the child was not healed. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, കുഞ്ഞിന് സുഖമായില്ല. So then when he was going, the man gave the pastor a check as a gift. ആ പാസ്റ്റർ പോകുമ്പോൾ ആ പാസ്റ്റർക്ക് ഒരു സമ്മാനമായിട്ട് ഒരു ചെക്ക് എഴുതി കൊടുത്തു. So the pastor looked at the check and says, only so much? പാസ്റ്റർ ആ ചെക്കിലെ തുക നോക്കിയിട്ട് ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചു. If you had put your child in some good hospital, how much will you pay? നിങ്ങളുടെ കുഞ്ഞിനെ ഒരു നല്ല ആശുപത്രി കൊണ്ടുപോയി ചികിത്സിപ്പിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര കാശ് മുടക്കുമായിരുന്നു? But that man said, my child is not healed. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞ് സുഖം പ്രാപിച്ചില്ലല്ലോ. He said, in the hospital, even if you're not healed, you have to pay the bill. അപ്പോൾ പുള്ളി പറഞ്ഞു, ആശുപത്രി പോയാലും അഥവാ കുഞ്ഞ് സുഖം പ്രാപിച്ചെങ്കിൽ ആശുപത്രി പോയി ചികിത്സിച്ചാൽ കാശ് കൊടുക്കണ്ടേ? It's very clever.
intelligence the devil gives to these pastors to say right പാസ്റ്റർമാർക്ക് എത്ര വലിയ ബുദ്ധിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് നോക്കി. and the stupidity ദൈവമല്ല, പിശാച്. and the stupidity the devil puts into the minds of the people who give them this money. അതെ, ഇങ്ങനെയുള്ളവർക്ക് പണം കൊടുക്കാൻ തക്കവണ്ണമുള്ള ഭോഷത്വവും പിശാച് മനുഷ്യരുടെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്നു. He's working at both ends. രണ്ട് സൈഡിൽ നിന്നും പിശാചാണ് പ്രവർത്തിക്കുന്നത്. So this is godliness is a means of gain. ദൈവഭക്തി വലിയൊരു ആദായ സൂത്രമാണെന്ന് പലരും പറയുന്നേ. I told you that some of the old time songs are so much, hymns are so much better than the new time ones. അതെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, പഴയകാല ഭക്തന്മാർ എഴുതിയ പല പാട്ടുകളും ഇന്നുള്ള പാട്ടുകളെക്കാൾ എത്രയോ ആഴമേറിയ അർത്ഥമുള്ളതാണ്. I don't know much about Malayalam, but I can tell you about the English. മലയാളത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി അറിയില്ലല്ലോ, ഇംഗ്ലീഷ്. So I ask people this question. ഞാൻ ആൾക്കാരോട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. Supposing you have two preachers. ഒരു പക്ഷെ നിങ്ങൾ രണ്ട് പ്രാസംഗികന്മാരുണ്ടെന്നിരിക്കുന്നു. And one is preaching, definitely is preaching only to make money. ഒരാള് പ്രസംഗിക്കുന്നത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. You know that. അത് നിങ്ങൾക്കറിയാം. And the other fellow is really doing that only for the glory of God. എന്നാൽ മറ്റേ ആള് ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി മാത്രം ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ്. Which of these two do you think will have a word from God? ഇവരിൽ രണ്ടുപേരിൽ ആർക്കാണ് ദൈവത്തിൽ നിന്ന് ഒരു വചനം ലഭിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു? It's not a very difficult question to അത് വലിയ പ്രയാസമുള്ള ചോദ്യമൊന്നുമല്ല. The one who is interested in money will not have. പണം കൊതിയോടുകൂടി ശുശ്രൂഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ ആലോചനയൊന്നും അങ്ങനെ Okay, കിട്ടുകയില്ല. now a similar question. ഇതുപോലെ മറ്റൊരു ചോദ്യം. Here is a man who wrote a Christian hymn only because he loved God. He never thought of making money or copyright or nothing. ഒരു പണവും ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തോടെയല്ല, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു പാട്ട് എഴുതിയ ഒരു ഭക്തൻ. And here is a man who is writing a song who thinks, now if I copyright this I can make so much money out of it. ഇവിടെ മറ്റൊരാള് ദൈവത്തിന്റെ പേരിൽ പാട്ടുകൾ, ആത്മീയ ഗീതങ്ങൾ എഴുതുന്നു. പക്ഷേ അതിന് കോപ്പിറൈറ്റ് ലോ ഒക്കെ ഉണ്ടാക്കി എനിക്ക് അതിൽ നിന്ന് പണം ഉണ്ടാക്കാമെന്നുള്ള ആഗ്രഹം. Anywhere everybody sings it, I'll get little. എവിടൊക്കെ ആൾക്കാർ ഇത് പാടിയാലും അന്നേരം ഒക്കെ എനിക്ക് റോയൽറ്റി ആയിട്ട് കുറെ പൈസ കിട്ടും. Royalty. So which of these two you think will really have an inspired song from God? ഈ രണ്ട് കൂട്ടത്തിൽ ആർക്കാണ് ശരിക്കുള്ള ആത്മീയമായി ഉത്തേജനം വരുന്ന പാട്ടുകൾ ലഭിക്കുന്നത്? Not the one serving God in money, but serving only God. പണത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കുന്ന ആളിനല്ല, ദൈവത്തെ മാത്രം സേവിക്കുന്ന ആൾ. So there you see why the shallowness of so much of songs written today. അവിടെ നമുക്ക് മനസ്സിലാകും അത് ഇന്ന് എഴുതപ്പെട്ടിരിക്കുന്ന അനേക പാട്ടുകളുടെയും ആഴമില്ലാത്ത അർത്ഥത്തെക്കുറിച്ച്. They are writing for, put it on CDs and make money. അത് CD ഉണ്ടാക്കി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവർ. Right to get some honor. അല്ലെങ്കിൽ അവർക്ക് മനുഷ്യരുടെ മുമ്പിൽ ബഹുമാനം ലഭിക്കും. These are all examples of people. Godliness is a means of gain. അതെ, ദൈവഭക്തി ഒരു ആദായ സൂത്രമായിട്ട് വെച്ചിരിക്കുന്നവരുടെ കാര്യമാണ്. Or teaching on tithing to make money for themselves. തങ്ങൾക്ക് വേണ്ടി തന്നെ പണം ഉണ്ടാക്കേണ്ടതിനു വേണ്ടി ദശാംശത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു. All put pressure on poor people. ഇതെല്ലാം പാവപ്പെട്ട ആൾക്കാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് കാശ് വാങ്ങുന്നതിന് വേണ്ടിയാണ്. Somebody's poor child is sick and you say I'll pray for you and swindle them of money. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുടെ കുഞ്ഞ് രോഗിയാണെങ്കിൽ അവർ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് പണം വാങ്ങുക. This is described in verse 5. അതാണ് ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ But he says real godliness എന്നാൽ യഥാർത്ഥ ദൈവഭക്തി is when you're perfectly content with what God has given you. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സംതൃപ്തരായിരിക്കുമ്പോഴാണ്. You don't want more than what God gives. ദൈവം നിങ്ങൾക്ക് തന്നതിനേക്കാൾ അധികമായി നിങ്ങൾക്ക് വേണ്ട. You don't compare yourself with another person and say, oh, he's got more, I also want more. മറ്റൊരാളെ നോക്കിയിട്ട് അവന് കൂടുതലുണ്ട്, എനിക്കും അതുപോലെ കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കാത്ത അവസ്ഥ. If you have that type of mind, you will always be unhappy. അങ്ങനെ ഒരു മനസ്ഥിതിയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ഒരിക്കലും സംതൃപ്തരായിരിക്കില്ല. You will ruin yourself spiritually also. ആത്മീയമായിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കും. You must be content with what you have. നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നവരായിരിക്കും. God will test you on that. ഈ വിഷയത്തിൽ ദൈവം നിങ്ങളെ പരിശോധിക്കും. I got married 2 years after I left my job in the Navy. എൻ്റെ നേവിയിലുള്ള ഉദ്യോഗം വിട്ടതിന് 2 വർഷത്തിന് ശേഷമാണ് ഞാൻ വിവാഹിതനായത്. When I left my job, I had already been working for 8 years in the Navy.
ഞാൻ എൻ്റെ ജോലി വിടുമ്പോൾ അതിനു മുമ്പ് ഏകദേശം 8 വർഷക്കാലത്തോളം ഇന്ത്യൻ നേവിയിൽ ഞാൻ ജോലി We ചെയ്യുമായിരുന്നു. used to get a very high salary as naval officers. ഒരു നേവൽ ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്ക് അന്ന് വളരെ നല്ല ഒരു ശമ്പളമാണ് ലഭിച്ചത്. All those years I lived very simply. ആ നാളുകളിലെല്ലാം ഞാൻ വളരെ ലളിതമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. And gave 50% of my income for God's work. എൻ്റെ വരുമാനത്തിന്റെ 50% ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തു. Finally, when I left, I took my whole savings and gave it away for God's work. അവസാനമായിട്ട് ഞാൻ ജോലി വിട്ടപ്പോൾ എനിക്ക് കിട്ടിയ ആ എമൗണ്ട് തുക മുഴുവനും ദൈവവേലയ്ക്കായിട്ട് ഞാൻ കൊടുത്തു. I'm not asking other people to do it. God told me to do it. ഞാൻ മറ്റുള്ളവരോട് അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. ദൈവം എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്തു. God told the rich young ruler to sell everything, but Jesus never told anybody else to do that. ഒരു ധനികനായ പ്രമാണി യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ അവനോട് യേശു പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ. മറ്റാരോടും യേശു പറഞ്ഞിട്ടില്ല. So God doesn't say this to everybody, but He told me. എല്ലാവരോടും യേശു അത് പറയാറില്ല, പക്ഷേ യേശു എന്നോട് അത് പറഞ്ഞു. So I gave it up. അതുകൊണ്ട് ഞാനത് വിട്ടുകളഞ്ഞു. And brought my bank account to zero. എൻ്റെ ബാങ്കിൽ ഉള്ള ബാലൻസ് തികച്ചും പൂജ്യമായി തീർന്നു. We had to keep 4 rupees to keep the account open. അക്കൗണ്ട് അന്നത്തെ കാലത്ത് ആ അക്കൗണ്ട് നിലനിൽക്കുവാൻ വേണ്ടി ഏകദേശം 4 രൂപ ബാക്കി വെക്കണമായിരുന്നു. That was all, and I left. അത് മാത്രം ഞാൻ ബാങ്കിൽ ഇട്ടിട്ട് ബാക്കിയെല്ലാം ഞാൻ ദൈവവേലയ്ക്കായിട്ട് കൊടുത്തു. I thought I'm going to be single all my life. എൻ്റെ ജീവിതം മുഴുവനും അവിവാഹിതനായി കഴിയുവാനാണ് ഞാൻ, അങ്ങനെയാണെന്ന് ഞാൻ എന്നെ കുറിച്ച് So ചിന്തിച്ചത്. I didn't care about money. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് പണത്തിന്റെ ഒരു ആവശ്യബോധം തോന്നിയില്ല. And I said, if I go somewhere to preach, they will at least give me some food and some. ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോയാൽ ആ സമയത്ത് അവരെനിക്ക് ഏറ്റവും കുറഞ്ഞത് അവിടെയുള്ള ആഹാരവും എൻ്റെ യാത്രയ്ക്കുള്ള ചെലവും തരുമെന്ന് ഞാൻ So പ്രതീക്ഷിച്ചു. I don't mind sleeping on the floor. നിലത്ത് തറയിൽ കിടന്നുറങ്ങുന്നതൊന്നും എനിക്കൊരു പ്രയാസമായി But തോന്നിയില്ല. then 2 years later, I got married. എന്നാൽ അതിന് 2 വർഷത്തിന് ശേഷം ഞാൻ വിവാഹിതനായി. And I didn't have money. അപ്പോൾ എനിക്ക് പണമില്ലാത്ത ഒരവസ്ഥയിലായി. And we were very poor. അന്ന് ഞങ്ങൾ വളരെ ദരിദ്രരായി. And my wife's father also had many other children to educate. എൻ്റെ ഭാര്യയുടെ പിതാവിനും മറ്റ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്നതുകൊണ്ട് So she worked for 1 year. All that money we sent to her father. ഏകദേശം 1 വർഷത്തോളം എൻ്റെ വൈഫ് ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് ആ 1 വർഷം ഉണ്ടാക്കിയ ശമ്പളം മുഴുവനും പിതാവിന് അയച്ചു കൊടുത്തു. She had a bond to CMC Vellore. വെല്ലൂർ CMCയിലാണ് പഠിച്ചത്. അവിടെ 1 വർഷത്തെ ബോണ്ട് ഉണ്ടായിരുന്നു. Then when our child was born, she stopped working. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞ് ഉണ്ടായപ്പോൾ She stopped working. ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം എൻ്റെ ഭാര്യ ജോലി നിർത്തി. So now we had no income. ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു വരുമാനവുമില്ല. And I used to minister mostly to students and poor villagers. ഞാൻ ആ സമയത്ത് കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലും പിന്നെ പാവപ്പെട്ട ഗ്രാമവാസികളുടെ മധ്യത്തിലുമൊക്കെയാണ് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. I get few gifts. It was very little. അന്ന് എവിടുന്നെങ്കിലും അല്പമെങ്കിലും കിട്ടിയാൽ അത് വളരെ തുച്ഛമായ വരുമാനമായിരുന്നു. And I said, okay, I'll be content. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതുകൊണ്ട് ലഭിക്കുന്നത് കൊണ്ട് സംതൃപ്തനായി കടന്നു. I couldn't even rent a house. ഒരു വീട് വാടകയ്ക്ക് എടുക്കുവാൻ പോലുമുള്ള ആസ്തി എനിക്ക് അന്നുണ്ടായിരുന്നില്ല. And the devil would taunt me saying, if you had stayed in the Navy, what a wonderful house and car and all you could have had. പിശാച് എന്നെ നിരന്തരമായിട്ട് എന്നോട് എന്നെ മാനസിക മണ്ഡലത്തോട് പോരാടിക്കൊണ്ട്, നീ നേവിയിലെ ജോലിയിൽ തുടരുന്നെങ്കിൽ നിനക്കിപ്പം വീടല്ല കാറല്ല എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. I said, Lord, I didn't leave. You called me and I left. ഞാൻ കർത്താവിനോട്, കർത്താവേ, ഞാൻ വിട്ടതല്ല, നീ വിളിച്ചതുകൊണ്ട് ഞാൻ വിട്ടിറങ്ങിയതാണ്. So I accept it. ഞാനത് അംഗീകരിക്കുന്നു. So then my father had one spare room in his house. We stayed there. എൻ്റെ പിതാവിന് ഞങ്ങളുടെ കുടുംബ വീട്ടിലെ ഒരു മുറി സ്പെയർ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി. And for about 3.5 years we had no house of our own. അങ്ങനെ 3.5 വർഷക്കാലത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വയമായിട്ട് ഒരു വീടുണ്ടായിരുന്നില്ല. Could not buy many things. We could never buy new clothes. ഞങ്ങൾക്ക് പല കാര്യങ്ങളും വീടിനോടുള്ള ആവശ്യത്തോടുള്ള ബന്ധത്തിൽ വാങ്ങിക്കുവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പുതിയ വസ്ത്രങ്ങളൊന്നും വാങ്ങിച്ചില്ല. Even for our child, we had to know we didn't have money to buy new clothes for the child. ഞങ്ങളുടെ കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞിന് പോലും ഒരു പുതിയ വസ്ത്രങ്ങളൊന്നും വാങ്ങിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. My wife would take some old clothes and stitch some dress for the child. എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിന് വേണ്ടി പഴയ വസ്ത്രം എടുത്ത് പുതിയ ഉടുപ്പുകളൊക്കെ തയ്ച്ചു കൊടുക്കാൻ തുടങ്ങി. But we never complained. ഞങ്ങൾ ആരോടും ഒരു പരാതി പറഞ്ഞില്ല. We said we will never get into debt. ഞങ്ങൾ ഒരിക്കലും ഒരു കടബാധ്യതയിലേക്ക് കടന്നു വരികയില്ല. We are content. ഞങ്ങൾ ഉള്ള അവസ്ഥയിൽ സംതൃപ്തരായിരിക്കും.
We had no washing machine or any of those things. ഞങ്ങളുടെ വീട്ടിലെ ഒരു വാഷിംഗ് മെഷീനോ അങ്ങനെയുള്ള ഗാഡ്ജറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. And God was testing us. ആ സമയത്ത് ദൈവം ഞങ്ങളെ ശരിക്കും പരീക്ഷിക്കുകയായിരുന്നു. I didn't know that then. അതെനിക്ക് ആ സമയത്ത് He അറിയില്ലായിരുന്നു. was testing one thing. ദൈവം ഒരു കാര്യം പരീക്ഷിക്കുകയായിരുന്നു. Will you be content with what you have? നിനക്ക് ഉള്ളതുകൊണ്ട് നീ തൃപ്തനായി തീരുമോ എന്നുള്ളതാണ് കർത്താവ്. Will you always want more and more and അതോ more? എപ്പോഴും നിനക്ക് കൂടുതൽ വേണം എന്നുള്ള ചിന്തയാണോ? Will you go begging and borrowing from other people? മറ്റ് ആൾക്കാരിൽ നിന്ന് നിങ്ങൾ പോയിട്ട് യാചിച്ച് വാങ്ങിക്കുമോ? No. I will be happy with what I have. ഉള്ളതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടും. And after God tested us, He gave us much more in the days to come. അതെ, തുടർന്നുള്ള ദിവസങ്ങളിൽ ആ പരീക്ഷ അവസാനിച്ച ശേഷം ദൈവം ഞങ്ങൾക്ക് ആവശ്യത്തിലധികമായിട്ട് തന്നു. Not money, പണമല്ല, but a ministry ഒരു ശുശ്രൂഷ, to bless people. മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം. I can learn from my life, godliness with contentment is tremendous profit. അതെ, സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ ആദായമാണ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിൽ നിന്ന് നിങ്ങളോട് പറയുവാൻ കഴിയും. That is the meaning of that verse. അതാണ് ആ വാക്കിന്റെ അർത്ഥം. Okay, another question is, can a person be possessed, who's possessed with a demon, be delivered if he is not interested in deliverance himself? പിശാച് ബാധിതനായ ഒരു വ്യക്തി ആ പിശാച് ബാധയിൽ നിന്ന് മോചിക്കപ്പെടാൻ തനിക്ക് സ്വയമായിട്ട് അതിനകത്തൊരു താല്പര്യമില്ലെങ്കിൽ അങ്ങനെ മോചിക്കപ്പെടാൻ സാധിക്കുമോ? Yes. തീർച്ചയായിട്ടും. Because the man possessed by a demon has no control. ആരും പിശാച് ബാധിച്ച ഒരു വ്യക്തിക്ക് തങ്ങൾ തന്നെ ഒരു സ്വാധീനവുമില്ല, ഒരു നിയന്ത്രണവുമില്ല. He is not in charge of himself. Somebody else is controlling him. അവന്റെ ജീവിതത്തിൽ അവന് സ്വയമായിട്ട് ഒരു നിയന്ത്രണവുമില്ല, മറ്റാരോ ആണ് അവനെ നിയന്ത്രിക്കുന്നത്. So the demon will not say, okay, cast me out. ഒരിക്കലും ഒരു പിശാച് പറയുകയില്ല എന്നെ പുറത്താക്കുവാൻ. So if he comes across our path and somebody else brings him to us, we must cast the demon out. അതെ, അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ മുന്നിൽ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പിശാചിനെ പുറത്താക്കണം. I remember once I was asked by some brethren people to go and pray for one woman in their church. ബ്രദറൻ സഭയിൽപ്പെട്ട ചിലർ അവരുടെ സഭയിലുള്ള ഒരു സഹോദരിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുവാൻ എന്നോട് പറഞ്ഞു. See, the brethren people think my doctrine is wrong. ബ്രദറൻ സഭക്കാർ ചിന്തിക്കുന്നത് എൻ്റെ ഉപദേശം തെറ്റാണെന്നാണ്. But when it comes to casting out demons, they don't have any faith in casting out demons themselves. And ഭൂതബാധിതരെ വിടുവിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അവർക്ക് അതിന് പ്രത്യേകമായ ഉപദേശമൊന്നും അവർ പഠിപ്പിക്കുന്നില്ലാത്തതുകൊണ്ട് ആ വിഷയത്തിൽ എൻ്റെ ഉപദേശം ശരിയാണെന്ന് അവർ I said, sure, I'll come. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരാം. So I went there. ഞാൻ അവിടെ പോയി. And there was first of all one Pentecostal type of guy pulling a hair and all that. അവിടെ ഒരു പെന്തക്കോസ്റ്റിലെ ഒരു പാസ്റ്റർ തലമുടിയൊക്കെ വലിച്ച് കീറുന്ന ടൈപ്പ് ഒരാളുണ്ടായിരുന്നു. So I thought, you don't know who has got the demon here. Is it that woman or this? അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ പിശാച് ബാധിച്ചത് ആരെയാണ്, ഈ സ്ത്രീയെയാണോ അതോ ഈ ശുശ്രൂഷകനെയാണോ? So I said, please send him out, then we can pray for the lady. ഞാൻ അവരോട് പറഞ്ഞു, അദ്ദേഹത്തെ പറഞ്ഞയക്കുക, അതിനുശേഷം ഞാൻ വന്ന് പ്രാർത്ഥിക്കാം. So I was with this lady with another brother. വേറൊരു സഹോദരനോട് കൂടി ഞാൻ ഈ ഭൂതം ബാധിച്ച സ്ത്രീയുടെ അടുത്ത് പോയി. I said to her, ഞാൻ അവളോട് പറഞ്ഞു, ask Jesus to come into your heart. യേശുവിനോട് പറയുക നിന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ. And this voice from inside says, from inside her, അവളുടെ ഉള്ളിൽ നിന്ന് ഒരു ഇങ്ങനെ ശബ്ദം വെളിയിലോട്ട് വന്നു, don't tell me, tell her. എന്നോട് പറയണ്ട, അവളോട് പറയാൻ. This is another person living inside. കാര്യം അവളുടെ ജീവിതത്തിൽ വേറൊരാളാണ് അവളിൽ ജീവിക്കുന്നത്. That's a demon. അതാണ് പിശാച്. The demon is saying, don't tell me to accept Christ, tell her. പിശാച് പറഞ്ഞു, എന്നോടല്ല പറയേണ്ടത്, യേശുവിനെ സ്വീകരിക്കാൻ അവളോട് പറയാൻ. Then it became clear to me there's a demon here. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇവളിൽ ഒരു ഭൂതം ബാധിച്ചിട്ടുണ്ടെന്ന്. I just said, in Jesus' name, get out of her. ഞാൻ അവളോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ അവളെ വിട്ടുപോകുക എന്ന് ഞാൻ ആ ഭൂതത്തോട് One sentence. ഒരു വാക്ക് മാത്രം പറഞ്ഞു. Gone. അവൾ അന്നേരമേ വിട്ടുപോയി ആ ഭൂതം. It didn't even take more than 5 seconds. 5 സെക്കൻഡ് പോലും സമയമെടുത്തില്ല. Now I said to her, ഇപ്പം ഞാൻ അവളോട് പറഞ്ഞു, ask Jesus to come into your heart. യേശുവിനോട് പ്രാർത്ഥിക്കാൻ നിന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ. She said, Lord Jesus, come into my heart. അവൾ പറഞ്ഞു, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. And I recently checked up, so many years, she's perfectly okay. അനേക വർഷങ്ങൾക്ക് ശേഷം ഞാൻ അടുത്തിടെ അവളെ വിളിച്ച് ചോദിച്ചു, അവളിപ്പം തികച്ചും സ്വതന്ത്രയാണ്.
She never asked to be delivered from the demon. അവൾ ഒരിക്കലും പിശാചിൽ നിന്ന് മോചിക്കപ്പെടുവാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. The demon didn't want it. പിശാചും ആഗ്രഹിച്ചില്ല അത്. If your life is clean, നിങ്ങളുടെ ജീവിതം അത് ശുദ്ധമുള്ളതാണെങ്കിൽ, you believe that Jesus defeated Satan on the cross, കാൽവറി ക്രൂശിൽ യേശു പിശാചിനെ തോൽപ്പിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ you can do that. നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും. But if your life is not clean, എന്നാൽ നിങ്ങളുടെ ജീവിതം ശുദ്ധമല്ല എങ്കിൽ, and you don't believe that Jesus Christ living in you is more powerful than any demon, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല എങ്കിൽ, നിങ്ങളിൽ ജീവിക്കുന്ന യേശു ഏത് പിശാചിനേക്കാളിലും ശക്തിയുള്ളവനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, then don't try it. അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത്. Because the demon will say, Jesus I know, Paul I know, but who are you? അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്കേവാ പുരോഹിതന്റെ മക്കളോട് പറഞ്ഞതുപോലെ നമ്മളോടും പറയും, യേശുവിനെ പരിചയമുണ്ട്, പൗലോസിനെ അറിയാം, നിങ്ങൾ ആരാണ്? It's very important for all of us to know that Jesus Christ defeated Satan on the cross. നമുക്കെല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തു പിശാചിനെ കാൽവരി ക്രൂശിൽ തോൽപ്പിച്ചു. Should we be God fearing or God loving? നാം ദൈവത്തെ ഭയപ്പെടുന്നവരാണോ ദൈവത്തെ സ്നേഹിക്കുന്നവരാകണമോ? See, fear means reverence, not that we are afraid of God. ദൈവത്തെ ഭയക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പേടിക്കുക അല്ല, ദൈവത്തെ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭയം. That is how we respect our father. നാം നമ്മുടെ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ. It's a respect, and the more we love our father, we respect them. നാം നമ്മുടെ പിതാവിനെ ബഹുമാനിക്കുമ്പോൾ ആ സ്നേഹ ബഹുമാനത്തോടുകൂടിയ ഒരു ഭക്തി, അതാണ് യഥാർത്ഥ ഭയം, ദൈവഭയം. If a person is not able to partake in the Lord's table because of circumstances, what should we do? ഒരു വ്യക്തി തന്റെ സാഹചര്യം, sickness or something, തന്റെ ജീവിതത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ മേശയിൽ പങ്കുകാരാകുവാൻ കഴിയുന്നില്ല, due to sickness, say. ഒരു രോഗത്തിന്റെ അവസ്ഥ കാരണമായിട്ട്. Well, there's nothing. The important thing is not taking part in the Lord's table, but you take part when you have opportunity. അത് നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അതിൽ ഭാഗവാക്കാകുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. The main thing is the reality of it, that I have fellowship with God and fellowship with God's people. അതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തോടും ദൈവജനത്തോടും എനിക്ക് കൂട്ടായ്മയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. So another question is, the Jesus said, take part as often as you eat this bread and drink this cup, till as often as you do it in remembrance of me. The Lord's table. കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഇത് തിന്നുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി, നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. The question is, what does that mean? അതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. It means that whenever you do it in remembrance of me. നിങ്ങൾ ഇത് ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. Some people say, it says in Acts 20 verse 7, they broke bread every week. Every month, every week, yeah. First day of the week. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എല്ലാ ആഴ്ചയും അവർ അപ്പം നുറുക്കിയെന്ന് നാം വായിക്കുന്നു. But it says in Acts chapter 2, എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം and verse 42, verse 46, അതിന്റെ 46-ാം വാക്യം, they broke bread every day. ഒരുമനപ്പെട്ട ദിനംപ്രതി ദേവാലയത്തിൽ കൂടുകയും വീട്ടിൽ അപ്പം നുറുക്കുകയും കൊണ്ട്, not once a week. അവര് ആഴ്ചയിൽ ഒരിക്കലല്ല എല്ലാ ദിവസവും അപ്പം നുറുക്കിയതായിട്ട് നാം വായിക്കുന്നു. You know who are the people who do it every day? എല്ലാ ദിവസവും ചെയ്യുന്ന ആരാണെന്ന് അറിയാമോ? Roman Catholic priests. റോമൻ കത്തോലിക്കര്. There's no law that you should do it. There's no Protestant church that does it every day. പ്രത്യേക നിയമങ്ങളൊന്നുമില്ല, ഒരു പ്രൊട്ടസ്റ്റന്റ് സഭകളൊന്നും തന്നെ എല്ലാ ദിവസവും അപ്പം നുറുക്കാറില്ല. And Jesus never said you must do it once a week or once a day or anything like that. യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ദിവസത്തിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ എന്നാണ് അപ്പം നുറുക്കണമെന്നുള്ളത്. If you by often, if you mean frequently, then you should probably do it 10 times a day. കൂടി വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ദിവസം 10 പ്രാവശ്യം കൂടി വന്നാൽ അങ്ങനെ ദിവസം 10 പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ. No, this is all legalism. അതൊക്കെ വെറും ഒരു ലീഗലിസമായി പോകുന്നേ ഉള്ളൂ. Okay. Is it necessary to have a cross in a building where the body of Christ meet? Is the cross a symbol of our identity? Are we losing by removing the cross? അതെ, യേശുവിന്റെ ശരീരമാകുന്ന സഭ, പുതിയ നിയമസഭ കൂടുന്ന ആ കെട്ടിടത്തിൽ ഒരു കുരിശ് വെക്കേണ്ട ആവശ്യമുണ്ടോ? No, there's no need at all. ഒരാവശ്യമില്ല.
But in a non-Christian country, എന്നാൽ ഒരു ക്രിസ്തീയ അല്ലാത്ത രാജ്യത്ത് we should not be ashamed to be known as Christians. ഒരു ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുന്നതിൽ നമുക്ക് ഒരു ഇത് തോന്നരുത്, ഒരു ലജ്ജ തോന്നരുത്. Some people, to hide their identity, they will pretend that this is just an ordinary building. തങ്ങളുടെ ഐഡന്റിറ്റി ഒളിക്കുന്നതിന് വേണ്ടി ഇത് ഒരു ക്രിസ്തീയ കൂട്ടമല്ല എന്ന് വരുത്തുന്നതിന് വേണ്ടി ചിലരെ കുരിശു വെക്കാതിരിക്കുന്നുണ്ട്. In a Christian country, I mean, where most of the people are Christians, there's no need for it. ഒരു ക്രിസ്ത്യൻ രാജ്യത്ത് കൂടി വരുന്നവരൊക്കെ ക്രിസ്ത്യാനികളായിരിക്കുന്നിടത്ത് പ്രത്യേകിച്ച് കുരിശു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. But think if you have a building with a cross in Saudi Arabia, ഒരു പക്ഷേ സൗദി അറേബ്യ പോലുള്ള രാജ്യത്തിൽ ഒരു ബിൽഡിംഗിൽ നിങ്ങൾക്ക് കുരിശു വെച്ചാൽ, അഫ്ഗാനിസ്ഥാൻ, people will be scared to do it. അവിടെ ആൾക്കാർക്ക് പ്രയാസമായിരിക്കും അങ്ങനെ ചെയ്യാൻ. Identifies with Christ. അത് ക്രിസ്തുവുമായിട്ട് നാം പരസ്യമായിട്ട് നമ്മളെ തന്നെ. I'm not saying we should do it. നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. I think we should be wise. നമ്മൾ ആ വിഷയത്തിൽ ബുദ്ധിയുള്ളവരായിരിക്കണം. Because it's no use just being thrown out of the country when we can at least be there and be a witness where we are. അതെ, നമ്മളായിരിക്കുന്നിടത്ത് കർത്താവിന് സാക്ഷ്യം വയ്ക്കുന്നതിന് പകരമായി ആ രാജ്യത്തിൽ നമ്മൾ പുറന്തള്ളപ്പെടുവാൻ ഒരു അവസരം നാം ഒരുക്കരുത്. That is why I said, if they tell you don't go around witnessing on the streets, don't do it in that country. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ വെളിയിൽ പരസ്യമായിട്ട് പോയി യേശുവിനെ സാക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിപൂർവ്വം ആ കാര്യം കൈകാര്യം ചെയ്യണം. Because you won't accomplish anything. അങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്കൊന്നും സാധിക്കുവാൻ കഴിയില്ല. Either you'll go to jail or you'll go out of the country. ഒന്നുകിൽ നിങ്ങൾ ജയിലിൽ പോകും, അല്ലെങ്കിൽ നിങ്ങളെ അവരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കും. Whereas if you follow the laws, at least you can be a witness to many people for many years there. എന്നാൽ നിങ്ങൾ നിയമം പാലിച്ചാൽ അനേകരുടെ മധ്യത്തിൽ നിങ്ങൾ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ കഴിയും. So but whether you put the cross or not depends on each situation. We cannot judge. നിങ്ങൾ കുരിശ് വെക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. In some countries, like in India, in some places, ഇന്ത്യയിലെ ചില സ്ഥലത്ത് the police have been given instructions to protect mosques, temples and churches. പോലീസിന് പ്രത്യേകമായ അവരെ നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട്. മോസ്കുകൾ, പള്ളികൾ, അതൊക്കെ സംരക്ഷിക്കുവാൻ. They say identify a church by a cross, then you can protect it. അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ അവർ പറയും നിങ്ങളുടെ പള്ളിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു കുരിശു വെക്കണം. So if somebody comes and throws stones and attacks it, അങ്ങനെയെങ്കിൽ ചിലർ വന്ന് അതിനെ കല്ലെറിയുകയോ അതിനെ ആക്രമിക്കാൻ വരികയോ ചെയ്താൽ, if the police see a cross, they have some rule to go and protect it. അറ്റ്ലീസ്റ്റ് നിയമപരമായിട്ട് അതിന് സംരക്ഷണം കൊടുക്കുവാൻ പോലീസിന് കഴിയും. Not that we look for protection from the police. God takes care of us. നാം പോലീസിൽ നിന്ന് സംരക്ഷണം വേണമെന്നല്ല, ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. But so therefore I don't make a rule on this for anybody. ഈ വിഷയത്തിൽ നമ്മൾ ഒരു പ്രത്യേക നിബന്ധനകളോ റൂളുകളൊന്നും വെക്കാറില്ല. We sometimes don't understand the situation in other places. പല സ്ഥലങ്ങളിലും ഉള്ള യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. We must be wise and decide in each country what is the best thing to do. നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. ഓരോ രാജ്യത്തിലും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കണം. You know, in India you can shout and praise God. ഇന്ത്യയിൽ even the neighbors can hear it. നമുക്ക് വളരെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ അയൽവാസികൾക്ക് പോലും അത് കേൾക്കത്തക്ക വിധത്തിൽ നമുക്കത് ചെയ്യുവാൻ കഴിയും. In many Gulf countries and Saudi Arabia and all, it's foolish to do that. മറ്റ് ഗൾഫിലുള്ള പല രാജ്യങ്ങളും സൗദി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് മടയത്തരമാണ് അങ്ങനെ ചെയ്യുന്നത്. Because you're causing trouble for yourself and others. അങ്ങനെയുള്ളെങ്കിൽ നിങ്ങൾക്കും കൂടെയുള്ളവർക്കും ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. So we must be wise in all these things. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം ബുദ്ധിയുള്ളവരായിരിക്കണം. Okay, some of these questions not very clear. മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അത്ര വ്യക്തതയുള്ളതല്ല. So I can't answer it. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. Last question. What is third heaven and second heaven? രണ്ടാം സ്വർഗവും മൂന്നാം സ്വർഗവും എന്താണ്? Paul said when he was taken up to paradise, he was taken up to the third heaven. പൗലോസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായിട്ട് നാം വായിക്കുന്നു. And Ephesians 6 says the devil dwells in the heavenlies. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തില് സ്വർഗങ്ങളിലാണ് പിശാചു വസിക്കുന്നത് നാം വായിക്കുന്നു. And then in the Psalms we read, when I behold the heavens, the sun, moon and stars, the work of your hands. ഞാൻ സങ്കീർത്തനങ്ങൾ നാം വായിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തിയായ ആകാശത്തെയും ആകാശമണ്ഡലങ്ങളെയും ഞാൻ നോക്കുമ്പോൾ. So from all these verses we see there are three heavens. ഇതൊക്കെ വെച്ച് തുലനം ചെയ്ത് നാം പഠിക്കുമ്പോൾ നമുക്ക് മൂന്ന് സ്വർഗമുണ്ട് എന്ന് മനസ്സിലാവും. One is what we see, which is the physical, what we call heaven. ഒന്ന് നാം ഭൗതികമായിട്ട് കാണുന്ന ആ ഉപരിതലം, അത് ഒരു സ്വർഗമാണ്. Which is really sky and space. അത് ആകാശവും ആകാശവിധാനവും.
And then the third heaven is where God dwells. മൂന്നാം സ്വർഗം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ഇടമാണ്. Paradise, 2 Corinthians 12. 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ നാം കാണുന്ന ആ സ്വർഗം, മൂന്നാം സ്വർഗം. So in between that, അതിന് ഇടയ്ക്കുള്ള സ്ഥലമാണ് where the devil lives. പിശാച് വാസം ചെയ്യുന്ന, called the heavenlies. അതാണ് സ്വർഗീയ. So he was first in സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് നമ്മൾ വായിക്കുന്ന ആ സ്വർലോകങ്ങൾ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ്. He was an angel in the third heaven first. മൂന്നാം സ്വർഗത്തിൽ ഒരു മാലാഖയുണ്ട്. He was there. Lucifer. ലൂസിഫർ ആദ്യം അവിടെയായിരുന്നു. He was cast down to the second heaven. അവിടെ നിന്ന് രണ്ടാം സ്വർഗത്തിലേക്ക് അവനെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. Now he can't go up there anymore. ഇനിയും പിശാചിന് ആ മൂന്നാം സ്വർഗത്തിലോട്ട് കയറുവാൻ കഴിയുകയില്ല. When he accuses us to God, he is accusing from the second heaven. നമുക്കെതിരായിട്ട് പിശാച് ഓരോ ദിവസവും ദൈവത്തോട് കുറ്റാരോപണം നടത്തുമ്പോൾ രണ്ടാം സ്വർഗത്തിൽ നിന്നുകൊണ്ടാണ്, സ്വർലോകങ്ങളിൽ നിന്നുകൊണ്ടാണ് അവൻ ചെയ്യുന്നത്. Before Jesus comes, a little while before that, he'll be cast down to the earth. യേശുക്രിസ്തു വരുന്നതിന്, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് കുറച്ചു മുൻപായിട്ട് അവനെ ഭൂമിയിലേക്ക് തള്ളിയിടും. And then the world is going to be in a terrible state after that. ആ സമയം അതിനുശേഷം ഭൂമി വളരെ ദുരന്തമായ, വളരെ ദുരിതകരമായ ഒരു അവസ്ഥയിൽ കൂടി കടന്നു. Then when Jesus comes, he'll be cast into the bottomless pit. എന്നാൽ യേശു ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ അഗാധ കൂപത്തിലേക്ക് അവനെ തള്ളിയിടും. Then finally he'll be cast into the lake of fire. അതിനുശേഷമായിട്ട് അവനെ നിത്യമായ തീപ്പൊയ്കയിൽ തള്ളിയിടും. Now in the Bible, it speaks about hell and it speaks about a place for the dead called Hades. അതായത് ബൈബിളിലെ നരകത്തെക്കുറിച്ചും ഈ ഹെയ്ഡീസ്, അതായത് മരിച്ചവരുടെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. Jesus never went to hell after his death. കർത്താവ് തന്റെ മരണശേഷം നരകത്തിലേക്കല്ല പോയത്. He went to the place of the dead which had two parts. മരിച്ചവര് പാതാള പർദീസ, Hades, where there were two parts. അവിടെ രണ്ട് ഭാഗമുണ്ട് അതിന്. One was hell, the other is Abraham's bosom. അത് ഒന്ന് അബ്രഹാമിന്റെ മടിയും ഒന്ന് മറ്റേത് നരകവും. Abraham's bosom is paradise. അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നതാണ് പാതാള പർദീസ. That is where Jesus and the thief on the cross went when they died. യേശുവും ആ കുരിശിലെ കള്ളനും ഒക്കെ കടന്നുപോയത് ഈ പാതാള പർദീസയിലാണ്. When Jesus rose up from the dead, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തതിനു ശേഷം and ascended, സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി. he took paradise from there up to the third heaven. യേശു ആ പാതാള പർദീസയിൽ ഉണ്ടായിരുന്ന ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടാണ് മേളിലോട്ട് പോയത്. This is all written in my book called A Good Foundation. നല്ല അടിസ്ഥാനം എന്ന, ഇടകാത്ത അടിസ്ഥാനം എന്ന ഞാൻ എഴുതിയ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതി. Sometimes when people write a lot of questions to me, അനേകര് പല ചോദ്യങ്ങളും എന്നോട് ചോദിക്കുമ്പോൾ I say, if you are too lazy to read all my books, I don't have time to answer all your questions. അതെ, ഞാൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിക്കുവാൻ്റെ കൊണ്ട് സമയമില്ലാതെ നിങ്ങൾ അലസന്മാരാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം പറയാൻ പലപ്പോഴും എനിക്ക് സമയം കാണുകയില്ല. First read all my books and then ask your questions. അതെ, ഞാൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കൂ, അതിനകത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗീയ പിതാവേ, help us to be gripped by the truths that will change our life. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്ന ആ സത്യങ്ങളാൽ പിടിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. Pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.